പ്രിയപ്പെട്ട ഭാര്യയെ, നിനക്കേ ഒരു ദുഃഖവാർത്തയുണ്ട്. നീ ഒരു അമ്മുമ്മയാകാൻ പോകുന്നു. മുടിഞ്ഞ നോട്ടം നോക്കണ്ട, എന്റെ മോളൊരു അമ്മയാകാൻ പോവുകയാണെന്ന്. പ്രതാപേട്ട, അത് നീ എന്തിനാ ഇങ്ങനെ സന്തോഷിക്കുന്നേ? എടീ, നിന്റെ മോളല്ല, എന്റെ മോളെ അമ്മയാവാൻ പോന്നെ. അതെന്റെ മോളല്ലേ? അന്നോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ മോക്കും നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലെങ്കിലും അവൾ എന്റെ ഇളയ മോളാ. ഞാൻ പ്രസവിച്ച എന്റെ മോള്. പ്രസവിച്ചതിന്റെയും വളർത്തിയതിന്റെയും കണക്കൊന്നും നീ പറയല്ലേ. നീയേ പ്രസവിച്ചിട്ടതേ ഉള്ളൂ. പിന്നെ അവളെ വളർത്തിയതും അവളെ കൊഞ്ചിച്ചതും ലാളിച്ചതും ഒക്കെ എന്റെ അമ്മയാ. നിനക്ക് നിന്റെ മോളെ നോക്കിയിട്ട് എന്നെ മോളെ നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ കരുണമോള് വാശിക്കാരി ആയതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ലക്ഷ്മി മോളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പ്രതാപേട്ടനും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അറിയാം, എനിക്കെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ നടക്കുന്നേ. ഇനിയിപ്പോ നിന്റെ ലക്ഷ്മി എത്ര വലിയ മഹാലക്ഷ്മി ആണെങ്കിലും ശരി, അവക്കൊരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. ആ പിന്നെ ഞാനും അമ്മയൊക്കെ പറയുന്നത് പോലെ അവളുടെ കെട്ടിയവന്റെ ഒക്കെ മുന്നിൽ ഒറ്റ മാർഗേ ഉള്ളൂ. പ്രസവിക്കുന്ന കുഞ്ഞിന് താരാട്ട് പാടുക. എന്റെ മോളുടെ കുഞ്ഞിനെ ലക്ഷ്മിയും കണ്ണച്ചാരും കൂടി ഒന്നുപോലെ അങ്ങ് നോക്കട്ടെ. എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാര് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നുണ്ട്. അവര് സ്വന്തം മക്കളെ പോലല്ലേ വളർത്തുന്നേ. സ്നേഹബന്ധം അല്ലേടി എല്ലാത്തിനും വലുത്. അതുകൊണ്ട് കരുണയ്ക്കുണ്ടാവുന്ന കുഞ്ഞിനെ അവര് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി അങ്ങ് നോക്കട്ടെ. അങ്ങനെ എന്റെ മോളും കണ്ണനും കരുതുള്ളൂ. ആ, അങ്ങനെ കരുതിയാ അവർക്കും കൊള്ളാം. ഇന്നത്തെ കാലത്തെ രണ്ടു കുട്ടികള് കൂടുതലൊന്നും വേണ്ടെന്ന ആണും പെണ്ണും കരുതുന്നേ അവരെ തന്നെ വളർത്താൻ വലിയ പാടാ. എന്നാ ഞാനും അമ്മയും കരുണമോളോട് പറഞ്ഞിട്ടുണ്ട്, അവള് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്ന്. 3-1 നിന്റെ മോൾക്കുള്ളതാടി, കണ്ണനും ലക്ഷ്മിക്കുള്ളതാ. അവർ ഏത് കുഞ്ഞിനാണോ ഏറ്റെടുക്കുന്നത് ആ കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് നോക്കട്ടെ. നിന്റെ മോളുടെയും മരുമോന്റെയും ഈ ജന്മം അങ്ങനെ അങ്ങ് ഒതുങ്ങിട്ടടി. എന്റെ മോള് സ്വന്തം അച്ഛനെ അല്ല, പ്രതാപേട്ടനെയാ കൂടുതൽ നാൾ അച്ഛാന്ന് വിളിച്ചത്. ആ, അങ്ങനെയുള്ള ആ മോളോട് ഇത്തിരിയെങ്കിലും കരുണ കാട്ടിക്കൂടെ? എടി, കരുണ കാട്ടുന്നുണ്ടല്ലോ ഞാൻ എന്റെ കരുണമോളോട്. പിന്നെ കെട്ടുപ്രായമായപ്പോ നിന്റെ മോക്ക് അവക്ക് അർഹിക്കാത്തൊരു ജീവിതവും ഞാൻ കൊടുത്തു. ഇനി അതിനപ്പുറം അവക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല. പിന്നെ അവളുടെയും അവളുടെ ഭർത്താവിന്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നീ തന്നെ അവരോട് പറയണം. നട്ടല് തകർന്നു പോയനെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ മോളെ അമ്മയെന്ന് വിളിക്കാൻ അവക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. അവിടെ അവള് വിളിപ്പിക്കണം അമ്മയെന്ന്, എന്റെ മോളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്. കരുണമോളെ ഒന്ന് വിളിക്കണല്ലോ. ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല കണ്ണേട്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കണ്ണേട്ടനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക. അതിന്റെ അളവ് എത്രയാന്ന് എനിക്ക് പോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അമ്മയെക്കാളും ഞാനിപ്പോ കണ്ണേട്ടനെ സ്നേഹിക്കുന്നു എന്നാ എന്റെ വിശ്വാസം. എനിക്കൊരു കുഞ്ഞിനെ താരാട്ട് പാടാനും നോക്കാനും ഒന്നും ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും എന്റെ കണ്ണേട്ടനെ നോക്കി കണ്ണേട്ടന്റെ നല്ല ഭാര്യയായി ഈ ജന്മം എനിക്ക് ജീവിച്ചാ മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.